കുടിച്ചു, വീണ്ടും 100 അടിയടിച്ചു, വീണ്ടും കുടിച്ചു, വീണ്ടും 100 അടിയടിച്ചപ്പോ അടുത്ത് നിന്ന് ഒരാൾ പറഞ്ഞു, മഹാനവറുകളെ ഇനി അവനെ അടിക്കണ്ട, അവൻ നന്നാവൂല്ല. ഉമറിനെ രോഷത്തോടെ ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, ഇവൻ നന്നാവില്ലെന്ന് ശമിക്കുന്നതിന് പകരം അല്ലാഹുവേ ഇനിയെങ്കിലും ഇവനെ നിന്ന് നന്നാക്കണമെന്ന് ആ സമയത്ത് നിനക്കൊന്ന് ദുആ ചെയ്തുകൂടായിരുന്നോ? ജീവിതത്തിൽ ഞാൻ ഈ പറഞ്ഞ വാക്ക് ഓർമ്മത്തോടെ, ഞാൻ ആദ്യം ഭരിച്ചാൽ നിങ്ങൾ ഭരിച്ചാൽ അവൻ നശിക്കട്ടെ എന്ന് പറയുന്ന സമയത്ത് അതേ വാക്ക് തന്നെ, അല്ലാഹു ഇനിയെങ്കിലും ഇവനെ നന്നാക്കണേ. നമ്മളിങ്ങനെ നഗരത്തിലാക്കാൻ വേണ്ടി അടുത്ത് അല്ല, അല്ലാഹുവേ നീ അവനെ നന്നാക്കണം എന്ന് പറയും. അവനെ നന്നാവൂല്ല, ശാപം പറയരുത്. ഇന്നിപ്പോ എന്റെ പരിപാടിയുടെ ഇത് ഫേസ്ബുക്കിൽ നാഷണൽ തിയേറ്ററിലാണ് ഒരു മാന്യത കമ്പനി ബാക്കി തിയേറ്റർ സിനിമ അഭിനയിക്കണം. മലപ്പുറത്ത് അവിടെ അങ്ങാടിപ്പടിയിൽ അവരെ നാഷണൽ തിയേറ്റർ എന്തറിയും. തിയേറ്റർ എന്ന് കേട്ടപ്പോ അവനാകെ അറിയാവുന്നത് അല്ലാഹു അക്ബർ വിളിച്ചിട്ട് മമ്മൂട്ടിയുടെ സിനിമയുടെ ടിക്കറ്റ് കീറിയതാണ്. ഞാൻ അപ്പുറത്തോട്ട് അവൻ അറിയില്ല. എന്റെ പൊന്ന സഹോദരൻ, നമ്മൾ വളരെ സങ്കുചിതമായ മനസ്സായി നമ്മൾ വിമർശനം മാത്രം. എപ്പോഴും നമ്മളൊരു വിമർശകനും ഒരു പ്രതിപക്ഷമാവാൻ നമുക്ക് ഇഷ്ടം. നന്മകൾ കണ്ടാൽ പറയണം, അത് ആരാണെങ്കിലും പറയണം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് നല്ലതേ പറയാം. ചെറുപ്പക്കാരിന്ന് നോക്കി ഞാൻ അല്ലാതെ ഇങ്ങനെ വാ പറഞ്ഞൊരു നിങ്ങൾ യുവാക്കളോട് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കണേ. കാരണം യുവാക്കളുടെ പ്രത്യേകത ഏതെന്നറിയോ? അവര് വളരെ മയമുള്ള ഹൃദയമുള്ളവരാണ്. അവരുടെ ഹൃദയം ലോലമാണ്. ഈ യുവാക്കളുടെ ഹൃദയം വളരെ ലോലമാണ്. അവരോട് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കണേ. അവരുടെ ഹൃദയം വളരെ ലോലമാണ്. ഒരു മിസ് കോൾ വന്നാണ് അവര് തളർന്നു പോകും. ഒരു പെണ്ണ് മിസ് കോൾ അടിച്ചാൽ ഒരു തളരും, അവര് പിന്നെ അതിലോട്ട് കൊണ്ടുപോകും. എന്നാൽ അവരോട് അല്ലാഹുവിനെ പറഞ്ഞു കൊടുത്താലോ? ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അതുകൊണ്ട് യുവാക്കളോട് സതുദ്ദേശത്തോടുകൂടി പറയുകയാണ്, വിമർശനങ്ങൾ വരട്ടെ, പ്രശ്നമില്ല. വിമർശനങ്ങൾ കേട്ടിട്ട് തളരാൻ പോയാൽ തന്നെ ഭൂമിയിൽ എങ്ങനെയാണ് ചരിത്രം ഉണ്ടാവുക? എങ്ങനെയാണ് ചരിത്രത്തിന്റെ പുനർജനി ഉണ്ടാവുക? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെ വരാനിരിക്കുന്നൊരു ദിവസം ഒരു സന്തോഷ വാർത്തയും ഞാൻ കേട്ടു, ഒരു സങ്കട വാർത്തയും കേട്ടു. വൈകുന്നേരം ഞാൻ മദീന സായിദ് കോംപ്ലക്സിലെ ഷോപ്പിംഗ് മാളിൽ പോകുമ്പോ എന്റെ കൂടെ അഷ്റഫ് സാഹിബുണ്ട്. വാരം ഞങ്ങൾ ഇങ്ങനെ നടന്നു പോകുമ്പോ ഒരു ചെറുപ്പക്കാരൻ കൂടെ
വർഷമായിട്ട് ഞാൻ തഹജ്ജുദ് മുടങ്ങാതെ നിസ്കരിക്കുന്നുണ്ട്. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. അല്ലാഹുവേ നീ ആ ചെറുപ്പക്കാരന് നിലനിർത്തി കൊടുക്കണേ തമ്പുരാനെ. എന്തൊക്കെ പറഞ്ഞാലും ഈ വാക്കുകൾ ഇങ്ങനെയൊക്കെ ചില യുവത്വത്തിന്റെ ജീവിതത്തിൽ മാറ്റം വരുത്തുന്നുവല്ലോ. സന്തോഷത്തോടെ വന്നപ്പോ വേറൊരു ചെറുപ്പക്കാരൻ പറഞ്ഞു, ഭാര്യ ഇന്ന് ടെസ്റ്റ് ചെയ്തു ക്യാൻസറാണ്, പോകാൻ കഴിയില്ലല്ലോ. ജീവിതത്തിൽ നാം വല്ലാതെ ഒറ്റപ്പെട്ടു പോകുന്ന ദിവസങ്ങൾ. സഹോദരങ്ങളെ, നാളെ പരലോകത്തിലെ ഭാര്യയും മക്കളും നമ്മുടെ കൂടെ ഉണ്ടാകും. അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഭാര്യ ഭർത്താവിനെ കാണുമ്പോ ഓടും. വീട്ടിൽ ഭർത്താവ് വരുന്നതിനകത്ത് ഭാര്യ ഇരിക്കുമ്പോ ഗൾഫുകാരൻ വീട്ടിൽ കയറുമ്പോഴേ കാണുന്ന ഏറ്റവും സുന്ദരമായൊരു കാഴ്ചയുണ്ട്. ആ കാഴ്ച വാതിലിന്റെ പുറകിൽ ദീർഘകാലം കാണാതിരുന്നിട്ട് ഒന്ന് കാണുമ്പോ നാണം കുണുങ്ങിയിട്ട് വാതിലിൽ പിടിച്ചിട്ട് മെല്ലെ കരളുകൊണ്ട് വാതിലിൽ ചുരണ്ടുന്ന ഭാര്യ. വരുന്നത് കാത്തിരുന്നവൾ, അണിഞ്ഞൊരുങ്ങി നിന്നവൾ, അവൾ ഭർത്താവ് വരുന്നത് കാത്തിരുന്നവളാണ്. എന്ത് പറയണമെന്നറിയില്ല. ഇതേ ഭാര്യ തന്നെ നാളെ പരലോകത്ത് നിന്നെ കാണുമ്പോ കാണാതിരിക്കുന്ന കാഴ്ചയല്ലേ. നിന്നെ മണ്ണിട്ട് മൂടി, ആ മണ്ണിട്ട് മൂടിയ കബറിന്റെ ഉള്ളിലേക്ക് നിന്നെ കാത്തും മൺകട്ടകളെ കടന്നു വരുമ്പോ വീട്ടിൽ നിലവിളിച്ച ഭാര്യനെ ഒറ്റക്കാണ്. സഹോദരങ്ങളെ, ആ ഒറ്റക്കുള്ള വീട്ടിൽ നാം ഇരിക്കുന്ന ദിവസം ഇതാണ് ഞാൻ കരയാൻ പറഞ്ഞത്. കരയണം, നിങ്ങൾ കബറോത്ത് കരയണം. ഇന്നാർക്കും കരയാൻ താല്പര്യമില്ല. ചിരിക്കണം, ചിരിപ്പിക്കണം, ചിരിയുടെ താരദിശകൾ. ഒരു വയല് കേട്ടിട്ട് ഒരാൾ കരഞ്ഞു പോയാലോ? കരയണം സഹോദരങ്ങളെ. ആരുടെ മണ്ണിൽ നിന്ന് മണ്ണിട്ട് മൂടിയിട്ട് മയ്യത്തെടുത്തിട്ട് വരുമ്പോ പൊട്ടിക്കരഞ്ഞ ഭാര്യ. ഞാൻ ചില പാട്ടുകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, എനിക്ക് ചില പാട്ടുകൾ ഇഷ്ടമാണ്. അതേത് പാട്ടെന്നറിയോ? എന്നെ വല്ലാതെ കേൾപ്പിച്ചിട്ട് കരയിപ്പിച്ച് കളഞ്ഞത്. ഇത്തകരങ്ങളെ വിട്ടു പിരിഞ്ഞ് കെട്ടിലേറി പോകുമ്പോൾ ഇത്തജനങ്ങളെ വിട്ടു പിരിഞ്ഞ് കാട്ടിലാറടി മണ്ണാണ്. ചേലിൽ ചെന്ന് കിടക്കണ നമ്മുടെ മേലെ വരുന്നത് കല്ലാണ്. ജീവിതത്തിൽ ചിന്തിച്ചിട്ടുണ്ടോ? ഈ നാഷണൽ തിയേറ്ററിന്റെ ചെറിയ ഇരുണ്ട മുറിയിൽ നിൽക്കുന്ന നാം മേലെ വരുന്ന കല്ലുകളെ കുട്ടങ്ങളെ കണ്ടിട്ട് മലർന്നു കിടക്കുന്ന ദിവസം. അന്ന് അഹമ്മദ് കബീറിന് മേൽവിലാസങ്ങളില്ല, അവന് പദവികളില്ല, ചുറ്റും കൂടാൻ ആളുകളില്ല, കൂട്ടുകാരില്ല, പുത്രകളത്രാദികളില്ല, ബന്ധുമിത്രാദികളില്ല, ആശ്വസിപ്പിച്ചവരില്ല, പരിഹസിച്ചവരില്ല, താങ്ങു നിർത്തിയവരില്ല. ഒറ്റക്കുള്ള വീട്ടിൽ ഇങ്ങനെ കിടക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇട്ടകനങ്ങളെ വിട്ടു പിരിഞ്ഞ് കട്ടിലേറി പോകുമ്പോൾ ഉറ്റവരെല്ലാം കരളും പൊട്ടി കരയുന്നുണ്ടകലുമ്പോൾ. അകലുമ്പോൾ ഗൃഹത്തിലെ പെണ്ണ് പറയുന്നു, ഉലകത്തിൽ തനി എന്നിലാരെന്ന്. ജീവിതത്തിൽ ചിന്തിപ്പിച്ച ഒരു പിക്ചറൈസേഷനാണിത്. പെട്ടിക്കുള്ളിൽ മൂടിയിട്ട് ഇനി ആരെങ്കിലും കാണാറുണ്ടോ എന്ന് ചോദിച്ച് മയ്യത്ത് പള്ളിക്കാട്ടിലേക്ക് പോയി. വരുന്നതില്ലാത്ത വാതിൽപ്പടിയിൽ നിന്ന് പെണ്ണ് പൊട്ടിക്കരഞ്ഞു, ഇനി ഞാൻ ഒറ്റയ്ക്കാണല്ലോ, ഉലകത്തിൽ തനി എന്തിനാരെന്ന്. ഇനി അവൾക്ക് തണിയില്ല, തുണയില്ല. കെട്ടിപ്പിടിച്ച പെണ്ണുമക്കൾ ഉമ്മാനെ കെട്ടിപ്പിടിച്ചിട്ട് ഉപ്പാന്റെ മയ്യത്തിന്റെ പുറകിൽ നിൽക്കുമ്പോ കവിയുടെ പദ്യം വാഴ്ത്തപ്പെടട്ടെ. ഞാൻ പറഞ്ഞു വന്നത്, ആരുടെ മണ്ണിലടക്കപ്പെട്ട് പിന്നെ ഭർത്താവിനെ കാണാതെ ഭാര്യ വിരഹത്തിലാണ്. സഹോദര, ഇനി നമ്മൾ കാണാൻ കഴിയുന്നത് മഹിഷറയിലല്ല പെണ്ണെ. മഹിഷറയിൽ അല്ലാഹുവിന്റെ മുമ്പിൽ നിൽക്കുമ്പോ ഈ ഭാര്യ ഭർത്താവിനെ കണ്ടിട്ട് ഏറ്റവും ചുരുങ്ങിയത് 40 വർഷം കഴിഞ്ഞിട്ടുണ്ട് അല്ലേ? ഗൾഫിൽ 3 വർഷം കാണാതിരുന്നു. നിങ്ങൾ ചിന്തിക്കും, ഏറ്റവും വലുത് ഈ ഭാര്യയും ഭർത്താവും മക്കളും തമ്മിൽ കണ്ടിട്ട് 40 വർഷമായി. ഏറ്റവും കുറഞ്ഞത് അല്ലേ ഫാറൂഖി? അല്ലേ?
കാരണം എന്റെ വമിൻ വറാഇഹിം ബർസഖുൻ ഇലാ യൗമി യുബ്അസൂൻ. ഇസ്രാഫീൽ അലൈഹിസ്സലാത്തു വസ്സലാം ആദ്യത്തെ കാഹളത്തിലും രണ്ടാമത്തെ കാഹളത്തിലും ഊതുന്നതിന്റെ ഇടയിൽ ഏറ്റവും പറഞ്ഞത് 40 വർഷമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കെട്ടിപ്പിടിച്ച് സാന്ത്വനം നൽകിയ ഭർത്താവിനെ വർഷങ്ങൾക്ക് ശേഷം പരലോകത്ത് വെച്ച് കാണുമ്പോ ആ സമയത്തെ അവസ്ഥ എന്താ? സഞ്ചരിക്കാൻ പ്രോട്ടോകോളിന്റെ വാഹനം, അകമ്പടി സ്നേഹിക്കാൻ സുമനസ്സുകളായ അറബ് സഹോദരങ്ങൾ, താമസിക്കാൻ 7 സ്റ്റാർ ഹോട്ടലുകൾ. ഒരു മനുഷ്യന് അല്ലാഹു ഇതിന് കാരണക്കാരനായവർ, പ്രത്യേകിച്ച് യൂസുഫ് അലി സാഹിബിന് അല്ലാഹു അനുഗ്രഹം ചെയ്യട്ടെ. ഈ ഔഖാഫിന്റെ പ്രിയപ്പെട്ട സേവകർക്കും ഈ പുണ്യമായ നഗരത്തിനും ഈ പുണ്യമായ നാടിനും. പക്ഷേ ഇപ്പോഴും എന്റെ മനസ്സ് 26-ാം തീയതി 2:10 ഫ്ലൈറ്റ് കയറി വീട്ടിലെത്തുന്നതിന്റെ കൊച്ചു വീടിന്റെ സങ്കല്പമാണ്. സത്യം പറയുന്ന എനിക്ക് ആസ്വദിക്കാൻ കഴിയുന്നില്ല. വീട്ടിലെത്താൻ കഴിഞ്ഞിരുന്നെങ്കിൽ ഒരു ദിവസം പോലും 20 ദിവസം ഈ അടുത്ത കാലത്ത് കഴിഞ്ഞ റമദാന് ശേഷം മാറി നിന്നിട്ടില്ല. പക്ഷേ പരലോകത്തിന്റെ ഭാര്യയെ കണ്ടാൽ 2 കാഴ്ചകളാണ് പരലോകത്തിലുള്ളത്. അവൻ എന്നെ കണ്ടാൽ ഓടി മറിയും, എന്റെ പൊന്നുമക്കളെ കണ്ടാൽ ഞാൻ ഓടി മറിയുന്നു. കാരണം ഒരു സുബ്ഹാനല്ലാഹ് പ്രതിഫലം എനിക്ക് തരുമോ എന്ന് ചോദിച്ചാൽ കൊടുക്കാൻ പറ്റുമോ? وَلَيْسَ لِلْإِنسَانِ إِلَّا مَا سَعَىٰ وَأَنَّ سَعْيَهُ سَوْفَ يُرَىٰ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പക്ഷേ ആ പരലോകത്ത് വേറൊരു കാഴ്ചയുണ്ട്. ഇതാണ് റമദാന്റെ 2ാമത്തെ 10. ഈ പറയുന്നത് അല്ലാഹുവിനെ അനുസരിക്കാതെ ജീവിച്ചവരാണ് മുത്തഖീങ്ങളാണ്. ലഅല്ലകും തത്തഖൂൻ. റമദാനിലൂടെ തഖ്വയുണ്ടായോ? എന്റെ ഭാര്യയുടെ കൈ പിടിച്ചിട്ട്, എന്റെ മക്കളുടെ കൈ പിടിച്ചിട്ട് ഏകാധിപതിയായ പടച്ചറപ്പിന്റെ മുമ്പിലൂടെ പോകുമ്പോ അല്ലാഹുവിന്റെ അർശിനെ ചുമക്കുന്ന മലക്കുകൾ ഇങ്ങനെ ചുമന്നു നിൽക്കുകയാണ്. ഇതാണ് കബീർ റൂബിൽ നിന്നല്ല, ഇത് വിശുദ്ധമായ ഖുർആനാണ്. അല്ലദീന യഹ്മിലൂന അർശ വയതഖൂതഹു വയസ്തഗ്ഫിറൂന ലില്ലദീന ആമനൂ റബ്ബനാ وسعت كل شيء رحمة وعلما فاغفر للذين تابوا واتبعوا سبيلك وقهم عذاب الجحيم. റബ്ബിന്റെ മുമ്പിലൂടെ അവന്റെ ചോദ്യത്തിന് മറുപടി പറയണമല്ലോ നോക്കിട്ട് ഭാര്യമക്കളെ ചേർത്ത് പിടിച്ചിട്ട് നടന്നു പോകുമ്പോ അർശിനെ താങ്ങി നിൽക്കുന്ന റബ്ബിന്റെ സിംഹാസനത്തെ താങ്ങി നിൽക്കുന്ന മലക്കുകൾ പറയും അല്ലാഹുവേ ഫഗ്ഫിർ ലില്ലദീന താബൂ. പടച്ചവനെ തൗബ ചെയ്ത് മടങ്ങിയവനാണ്, ഞാൻ പാപം ചെയ്തിട്ട് തൗബ ചെയ്തവനാണ്. എന്റെ സഹോദരാ, റമദാൻ പാരത്രിക മോക്ഷത്തിന് ഞാൻ അവസാനിപ്പിക്കുകയാണ്. 2ാമത്തെ മഹഫിറത്തിന്റെ 10 നിനക്ക് വേണ്ടി ഈ റമദാനിന്റെ 2ാമത്തെ 10 പാതിരാത്രിയോട് കണ്ണീരൊലിച്ച് തൗബ ചെയ്താൽ ആ തൗബ സ്വീകരിക്കപ്പെടുന്നത് എവിടെയാണ്? മലക്കുകൾ പറയും അല്ലാഹുവേ ഫഗ്ഫിർ ലില്ലദീന താബൂ. റമദാനിന്റെ രാത്രികളിൽ നിന്നോട് പൊട്ടിക്കരഞ്ഞിട്ട് പാപങ്ങളെ കുറിച്ച് പറഞ്ഞ ഈ മഹാഭാവിക്ക് നീ പുറത്തു കൊടുക്കണേ അല്ലാഹു നമുക്ക് ആ സൗഭാഗ്യമെങ്കിലും തരട്ടെ, സൗഭാഗ്യം തരട്ടെ. അല്ലാഹുവേ ഇവന് പുറത്തു കൊടുക്കണേ എന്ന് മലക്കുകൾ പറയണമെങ്കിൽ ഇവിടെ മഗ്ഫിറത്ത് നമ്മൾ ചോദിച്ചിരിക്കണം. അപ്പൊ 2ാമത്തെ 10 ഒരു കൺക്ലൂഷൻ റമദാൻ നൽകണം. ഇത് ഖുർആനാണ്. അല്ലാഹുവേ വഖീം അദാബൽ ജഹീം. ഇവനെ കത്തിക്കാളുന്ന നരകത്തിൽ നിന്ന് നീ രക്ഷിക്കണേ അല്ലാഹു നമ്മളെ നരകത്തിൽ നിന്ന് രക്ഷിക്കട്ടെ. നമ്മൾ മാത്രം മതിയോ? പിന്നെ
ആര് വേണം? മാതാപിതാക്കൾ മാത്രമാണ്. എന്റെ ഒരു ഭാര്യ നമ്മൾ മാത്രം നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടാൽ മതിയോ? നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ കൂടെ നിന്നവൾ, നമ്മളെ താങ്ങും തണലുമായി വളർത്തിയവൾ, നൊന്ത് പ്രസവിച്ച ചില പെണ്ണുങ്ങൾ ചിലപ്പോൾ എഴുതി തരാറുണ്ട്, സുഖപ്രസവത്തിന് വേണ്ടി ദുആ ചെയ്യണം ഉസ്താദേ. ആ വാക്ക് തന്നെ തെറ്റല്ലേ? പ്രസവത്തിന് എന്ത് സുഖമാണ്? ആ വാക്ക് തന്നെ തെറ്റല്ലേ? പ്രസവത്തിന് എന്ത് സുഖമാണുള്ളത്? നമ്മളെ പ്രസവിച്ച നമ്മുടെ ഉമ്മ, നമ്മുടെ പ്രിയപ്പെട്ട, നമ്മളെ കഷ്ടപ്പെട്ട് വളർത്തിയ നമ്മുടെ വാപ്പ, അവരും വേണ്ട സ്വർഗത്തിലേക്ക്. നീ രാത്രിയിൽ ഒന്നടങ്ങ് നിന്റെ കുടുംബം തൗബ ചെയ്താൽ സഹോദരിമാരെ, ആ മലക്കുകൾ പറയും, അല്ലാഹുവേ ഇവൻ മാത്രമല്ല, ഇറാനോട് പറഞ്ഞു നിർത്താൻ അല്ലാഹു നമുക്ക് ബോധം തരട്ടെ. കഥാപസാർ എന്ന് കേൾക്കുന്നു, പിന്നെ നിങ്ങൾക്ക് എന്താ വയ്യാത്ത? നേരത്തെ അദ്ദേഹം പോകുന്നു. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. അതുകൊണ്ട് നരകത്തിൽ നിന്ന് മാറി നിൽക്കുക, കുടുംബത്തോടൊത്ത് സ്വർഗത്തിലെത്തുക. എന്നാൽ ഇവിടെ വേറൊരു കാഴ്ചയുണ്ട്. എന്താണെന്നറിയോ? അറിയില്ല? എന്നാ ഇവിടെ വേറൊരു കാഴ്ച ഉണ്ടെന്നറിയോ? അറിയില്ല. ചിലര് മാതാപിതാക്കൾ പെണ്ണും ഭാര്യയോട് ഓടുന്നു. ചില ആളുകൾ അവരെ കൂട്ടിപ്പിടിച്ച് മലക്കുകളുടെ ശുപാർശയോടെ സ്വർഗത്തിലെത്തും. മൂന്നാമത്തെ കാഴ്ച ഭയങ്കരമാണ്. ഭാര്യയെയും വിട്ട് മക്കളെയും വിട്ട് കൂട്ടുകാരുടെ കൂടെ പാതിരാത്രിയിൽ തിമിർത്താടി ജീവിച്ചവർ. കൂട്ടുകാരാണല്ലോ വലുത്, കൂട്ടുകാരാണല്ലോ വലുത്. അവരുടെ കൂടെ രാവുകളെ പകലാക്കി മാറ്റിയവർ, സ്ഥിരകളെ ലഹരി ഭരിക്കുന്ന രാത്രിയിൽ നിശകളെ സജീവമാക്കിയവർ, കൂട്ടുകാർക്ക് വേണ്ടി ജീവിതം തുലച്ചു വെച്ചവർ, എല്ലാം കൂട്ടുകാരന് വേണ്ടി, എല്ലാം കൂട്ടുകാരിക്ക് വേണ്ടി. എല്ലാ കൂട്ടുകാരും കൂട്ടുകാരല്ല, എല്ലാ കൂട്ടുകാരിയല്ല. അമ്പലത്തിന്റെ മന്ത്രങ്ങളുമായി നമ്പൂതിരിയുടെ മകളായി ജീവിച്ച പാവപ്പെട്ട ഇളംപ്രായക്കാരിയെ പെണ്ണാണിവത്തിന്റെ കയ്യിലേക്ക് വിറ്റത് അവളുടെ കുടുംബ സുഹൃത്തായി വന്ന കൂട്ടുകാരി പെണ്ണാണെന്ന് മലയാള നാട് നമ്മോട് പറഞ്ഞു തന്നു. കിളിരൂരും കവിയൂരുമൊക്കെ പാവപ്പെട്ട പെണ്ണിന്റെ മാംസത്തിന് വില പറഞ്ഞത് അവളുടെ വീട്ടിലേക്ക് വന്ന കൂട്ടുകാരിയാണ്. അതുകൊണ്ട് നിങ്ങൾ നല്ല കൂട്ടുകാരെ അടുപ്പിക്കാവൂ. മോശമായ കൂട്ടുകാരെ നിങ്ങൾ മാറ്റി നിർത്തണേ എന്ന് ഖുർആൻ നമ്മോട് സതുപദേശം പറഞ്ഞു. നാളെ പരലോകത്തൊരു കാഴ്ചയുണ്ട്. ഈ വഴിയെത്തിച്ച കൂട്ടുകാരെ ചെറുപ്പക്കാരാണെന്ന് മുമ്പിൽ വരുമ്പോ
തറൂനഹും, കാണുന്നുണ്ട്, പക്ഷേ അവര് നിന്നെ കാണാത്തതുപോലെ തിരിഞ്ഞു നടക്കും. ഇല്ല മോനെ, ഇല്ല പടച്ചറപ്പിന്റെ കാരുണ്യമില്ലാതെ വില പോവുകയില്ല. കൂട്ടുകാരി ചതിച്ചവര് മുഴുവനും കൈയടിയുമ്പോ ആ സമയത്ത് നമ്മളെ നരകത്തിന്റെ കത്തിക്കാളുന്ന നരകം കാണുമ്പോ നരകം ഇങ്ങനെ ആളിക്കത്തുകയാണ്. പെണ്ണെ, ആ സമയത്ത് ഓരോ മനുഷ്യനും പറയുമാറുവേ അവനെ പിടിച്ചിട്ട് നരകത്തിലേക്ക് ഞാൻ പോകുമ്പോ അല്ലാഹു പറയും നരകത്തിലേക്ക് വലിച്ചെറിയാൻ പറയുമ്പോ, തെമ്മാടികളെ വലിച്ചെറിയാൻ പറയുമ്പോ, ആരാണ് തെമ്മാടി? പരലോകത്തെ തെമ്മാടിയെ തിരിച്ചറിയാൻ യുഅറഫുൽ മുജ്രിമൂന ബിസീമാഹും വയുഖദു ബിന്നവാസി വൽഅഖദാം. ഞാൻ ഈ പറയുന്നത് മുഴുവനും ഖുർആനാണ്. ഞാനൊരു ഖുർആന്റെ പ്രബോധകനാണ്. മുജ്രിമൂന ബിസീമാഹും, തെമ്മാടികളെ തിരിച്ചറിയാൻ കഴിയും. എങ്ങനെ? അവര് കറുത്തിട്ടായിരിക്കും. അന്ന് തെമ്മാടികൾ പരലോകത്ത് കറുത്തിട്ടായിരിക്കും. സന്മാർഗികളോ, പറമനുഷ്യന്മാര്, സന്മാർഗികളോ സമയം ഇത് കിട്ടിക്കൊണ്ട് വരും. ചിലരുടെ മുഖത്തിന് വെളുപ്പാണ്, ചിലരുടെ മുഖത്തിന് കറുപ്പാണ്. വെളുത്തവരിൽ അവരവാക്ക് വേണ്ടി നിസ്കരിക്കാൻ മുഖെടുത്തപ്പോ ആ മുഖുവിന്റെ വെള്ളം പറ്റിയ സ്ഥലം മുഴുവനും പ്രകാശിച്ചവരാണ് ഈ കറുകലത്ത് കിടക്കുന്ന തെമ്മാടി കൂട്ടങ്ങളെ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ആ തെമ്മാടികളുടെ പെരടിയിലും വല്ലക്കതാമി കാലിലും പിടിച്ചിട്ട് അള്ളാന്റെ മലക്കുകളെ നരകത്തിലേക്ക് വലിച്ചെറിയാൻ. അല്ലാഹുവേ നീ കാക്കണേ അല്ലാഹ്. കോഴിക്കടയില് കോഴിയെ പിടിച്ചിട്ട് കാലിനും തലയിലും പിടിച്ചിട്ട് തൂക്കിയെറിയുന്നത് പോലെ പിന്നെ അവന്റെ തലയിലും പിടരിയും പിടിച്ച് വലിച്ചെറിയാൻ മലക്കുകളോട് ഓർഡർ കൊടുക്കുമ്പോ ആ സമയത്ത് പേടിച്ച് വെച്ചിട്ട് അഹ്മദ് കബീർ പറയും, അല്ലാഹുവേ എന്നെ തൊട്ടടുത്ത് നിൽക്കുന്ന എന്റെ ഭാര്യയുടെ കൈ പിടിച്ചിട്ട് അള്ളാഹുവോട് പറയുമല്ല, 10 വർഷമായി തൂണുറക്കും വേദിച്ചിട്ട് എന്റെ ഇടത്തും വലത്തും നിന്ന ജീവിതത്തിന്റെ പ്രയാസങ്ങളിലും ദുഃഖങ്ങളിലും ആകുലതകളിലും വ്യാകുലതകളിലും എന്നെ സ്നേഹിച്ചു നടന്ന, എനിക്ക് എന്റെ 3 മക്കളെ പ്രസവിച്ചു തന്ന, ഞാൻ വീട്ടിലെത്തുമ്പോ ഉപ്പാന്ന് വിളിക്കാൻ എന്റെ പൊന്നുമക്കളെ 140 എല്ലൊടിയുന്ന വേദന സഹിച്ചിട്ട് എനിക്ക് പ്രസവിച്ചു തന്ന, പാതിരാത്രിയിൽ വരുന്നതിനും കാത്ത് ഉറക്കമളച്ചിട്ട് കാത്തു നിന്ന, 3 നേരം എനിക്ക് ഭക്ഷണം ഒരുക്കി തന്ന, അടുക്കളയിൽ കരിപുരണ്ട് നിന്നിട്ട് എന്റെ ഭർത്താവെന്ന് കരുതി എന്റെ കൂടെ നിന്ന് എന്റെ പ്രിയപ്പെട്ട ഭാര്യയെ ഞാൻ നരകത്തിലേക്ക് എനിക്ക് പകരം നൽകാമല്ലോ. എന്നാലും എന്നയിലല്ല റബ്ബേ. സഹോദരി, നിന്റെ ഭർത്താവ് നിന്നെ പണയം വെക്കും. അത് പറവൂര് പെൺവാണിവ കേസിലല്ല, അത് പരലോകത്തിന്റെ ഒരു കാഴ്ചയാണ് റബ്ബേ. എന്റെ ഭാര്യയെ തരാമല്ലോ. വാക്ക് പറയും, പറ്റില്ല പറ്റില്ല. ഇവൻ വിചാരിക്കും ഭാര്യയായതുകൊണ്ടാണ്. അവൻ പറയുമ്പോ ഉമ്മീ, തൊട്ടടുത്ത് നിന്ന് മന്ത് പ്രസവിച്ച ഉമ്മയുടെ കൈ പിടിച്ചിട്ട് അള്ളാഹുവോട് പറയും, അല്ലാഹുവേ എന്നെ ഒന്ന് നരകത്തിൽ നിന്ന് രക്ഷിച്ചു തരണേ അല്ലാഹ്. ഇത് ഞാൻ നിങ്ങളും അനുഭവിക്കേണ്ട ഒരു രോഗമാണ്. വല്ലാഹി പടച്ചറപ്പിനെ തന്നെയാണ് സത്യം. എന്റെ സദസ്സുകളുടെ ആധിക്യമല്ല. ഇപ്പൊ കരയുന്ന കണ്ണുകൾ, ഈ കണ്ണുകളാണ് വൈദാ സമയവുമാ ഉൻസില റസൂലി തറായുലകും തഫീദു മിനദ്ദംഇ. ഇപ്പൊ കരയുന്നവരെ സഹാബികളുടെ സ്വഭാവമുള്ളവരാണ്, ചെറുപ്പക്കാരാ. സഹാബികളെ കരഞ്ഞപ്പോഴാണ് വൈദാ സമയവുമാ ഉൻസില റസൂലി തറായുലകും തഫീദു മിനദ്ദംഇ. പൊട്ടിക്കരയുമായിരുന്നു സഹാബത്തുൻ നബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. കരയും സഹോദരങ്ങളെ, ഈ നാസർ തിയേറ്ററിന്റെ പരവതാരം നമ്മുടെ കണ്ണുനീര് കൊണ്ട് കുതിരട്ടെ. കരയുന്നവരെ വീണ്ടും ഞാൻ കരയിപ്പിക്കുകയാണ്.
അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ഭാര്യയെത്തി ഉമ്മയെത്തിയിട്ട് പറയും, അല്ലാഹുവേ ഞാനിവിടെ നിനക്ക് പകരം തരാമല്ലോ. അല്ല പറയും, പറ്റില്ലടാ. ആർക്ക് വേണ്ടി നമ്മൾ ജീവിക്കുന്നുവോ, നമ്മുടെ കരളിന്റെ കഷണമായ പൊന്നുമക്കളെ കയ്യിൽ പിടിച്ചിട്ട്, എന്റെ 3 മക്കൾ, എന്റെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്, എന്റെ ഇസ്സാമോനെയും എന്റെ സിനാനെയും എന്റെ ഹംദയെയും കയ്യിൽ പിടിച്ചിട്ട് പറയും, അല്ലാ ഈ 3നെയും നരകത്തിന്റെ തീര് ഞാൻ ഇട്ടു തരാം, എന്നാലും എന്നെ നീടല്ല അല്ലാ. സ്വന്തം മക്കളെയും ഉമ്മയെയും ഭാര്യയെയും നരകത്തിന്റെ മുമ്പിൽ പണയം വെച്ചിട്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ദിവസമാണ് മഹ്ശറ. സുഹൃത്തുക്കളെ, വരുന്നുണ്ട് ദിവസം മഹ്ശറ. അകത്തുള്ളതെല്ലാം അന്ന് തള്ളും മഖബറ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. ചിന്തയില്ലേ നിങ്ങൾക്ക്? ഔഖാഫിന്റെ പ്രതിനിധികളെ സമയമായെന്ന് ആലോചനപ്പെടുത്തുന്നുണ്ട്. ഞാൻ നിർത്തുന്നു. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു, ഞാൻ പ്രവാസികളോടൊരു കഥ പറഞ്ഞു തരാം. പറയട്ടെ. ഇപ്പൊ നമ്മൾ വേറെ ലോകത്താണ്. അല്ലാഹു നമുക്ക് ഈ കണ്ണീരിൽ അല്ലാഹു പ്രതിഫലം തരട്ടെ. നാളെ മഹ്ശറയിലെത്തുമ്പോ നാഷണൽ തിയേറ്ററിൽ വെച്ച് നീ ഖുർആൻ കേട്ട് കരഞ്ഞത് എനിക്ക് ഇഷ്ടപ്പെട്ടടാ എന്ന് പറഞ്ഞിട്ട് സ്വർഗ്ഗം അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങളെ, പ്രവാസികളോട് ഞാൻ മരുഭൂമിയുടെ കഥ പറഞ്ഞു തരാം. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു മരുഭൂമിയിലൂടെ ചൂടിലിങ്ങനെ നടന്നു പോകുമ്പോ ശരീരം വല്ലാതെ വയർത്തു, ദാഹമുണ്ട്, വെട്ടുവരണ്ടു. ആരോ കൊണ്ടുവന്നൊരൽപ്പം തണുത്ത വെള്ളം കൊടുത്തു. തണുത്തിട്ടില്ല, മൺകൂതിയിൽ വെച്ച സ്വതവേ തണുത്ത ഒരു ചെറിയ തണുപ്പുള്ള വെള്ളം. ആ വെള്ളം എടുത്തിട്ട് കുടിക്കാൻ പോയപ്പോ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പൊട്ടിക്കരഞ്ഞു. സഹാബത്തോട് ചെന്തേ അബ്ദുല്ലാഹി ഇബ്നു ഉമറെ കരയുന്നത്? മഹാനവറുകൾ പറഞ്ഞു, ഞാൻ അല്ലാഹുവിന്റെ വാക്കോത്തിട്ട് കരയുകയാണ്. ഞാനിപ്പോ എന്റെ തൊണ്ട വരണ്ടപ്പോ അല്പം വെള്ളം ആഗ്രഹിച്ചപ്പോ എനിക്ക് നിങ്ങളുടെ വെള്ളം തന്നല്ലോ, പക്ഷെ അല്ലാഹുവിന്റെ വാക്ക് ഞാൻ ഓത്തിട്ട് കരയുകയാണ്. വഹീല ബൈനഹും വബൈന മാ യസ്തഹൂൻ. നരകത്തിന്റെ മുമ്പിൽ നിൽക്കുമ്പോ, തൊണ്ട വരളുന്ന സമയത്ത് അല്പം വെള്ളം ആഗ്രഹിക്കുമ്പോ, വഹീല ബൈനഹും വബൈന മാ യസ്തഹൂൻ. അവരുടെയും അവരാഗ്രഹിക്കുന്നതിന്റെയും ഇടയിൽ അല്ലാഹു മറയിട്ട് കളയുമല്ലോ. ഞാൻ ആ സമയത്ത് ആഗ്രഹിക്കുമ്പോ ഒരു തുള്ളി വെള്ളം തരാൻ എനിക്കാരുമില്ലാവില്ലല്ലോ. സ്വർഗക്കാര് പറയും, ഇല്ല ഇല്ല, റബ്ബിനെ ഓർക്കാത്ത, അല്ലാഹുവിനനുസരിക്കാത്ത, റമദാൻ കഴിഞ്ഞ് താന്തോന്നിയായി നടന്നവനിത് തരില്ല. ഇന്നല്ലാഹ ഹറമഹുമാ അലൽ കാഫിരീൻ. അല്ലാഹു നിനക്കിത് തരില്ലെന്ന് അവര് മറുപടി പറയുമെന്ന് വിശുദ്ധ ഖുർആൻ. ഒരു തുള്ളി വെള്ളം കുടിക്കുമ്പോഴും നരകത്തെ ഓർക്കണം. വഹീല ബൈനഹും വബൈന മാ യസ്തഹൂൻ. ആഗ്രഹിക്കുന്നത് കിട്ടില്ല സഹോദര. ഇന്ന് ആഗ്രഹിക്കുന്നത് ഈ ജസീറത്തുൽ അറബിൽ കിട്ടും, എന്തും കിട്ടും. പക്ഷേ നീ ആഗ്രഹിക്കുന്നത് റബ്ബ് തരാത്തൊരു ദിവസമുണ്ട്. അല്ലാഹു നമ്മളതിൽ നിന്ന് കാക്കട്ടെ. ഞാൻ നിർത്തുന്നു. എന്നാൽ മറുഭാഗത്ത് വേറെ ആളുണ്ട്, അവരാഗ്രഹിക്കുന്നതൊക്കെ കിട്ടും. വലക്കും ഫീഹാ മാ തസ്തഹീ അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ഊൻ. അവരാഗ്രഹിക്കുന്നത് ചോദിച്ചതുമൊക്കെ റബ്ബ് അവർക്ക് വാരിക്കോരി കൊടുക്കും, കള്ളു കൊടുക്കും. പിഴിയാതെ തന്നൊഴുകുന്നതാ പാലാറ്, പുഴ പോലെ തന്നതിലുണ്ടടോ കള്ളാറ്. കിളയ്ക്കണ്ട പൂട്ടണ്ടാവയിൽ കൊള്ളണ്ട, നിനക്കുള്ളതൊന്നും തന്നെ നീ അറിയണ്ട. അവിടെ നിനക്ക് വെയിൽ കൊള്ളണ്ട, വയർപ്പ് വേണ്ട. നീ ആഗ്രഹിച്ചതൊക്കെ റബ്ബ് തരുന്നൊരു ദിവസമുണ്ട്. ആ ദിവസമാണ് സ്വർഗം. ആ സ്വർഗത്തിൽ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തുമാറാകട്ടെ. അല്ലാഹു, ഞാൻ അവസാനിപ്പിക്കുന്നു. പ്രശ്നം ഉണ്ടാക്കട്ടെ. ഇൻഷാ അല്ലാഹ് അല്ലാഹു നമ്മളെ സ്വർഗത്തിൽ ഇരുത്തട്ടെ. എങ്ങനെ ഇരിക്കണം? ഈ തിയേറ്ററിൽ ഇരുന്ന പോലെ ഇരിക്കണം.
സ്വർഗത്തിൽ ഇതേപോലെ ഇരിക്കണം. ഒന്ന് മുകൾ തട്ട്, ഒന്ന് താഴെത്തട്ട്. സ്വർഗം അങ്ങനെ തന്നെയാണ്. ഇപ്പൊ ഞാൻ പിരിയാൻ പോവാ, ഇപ്പൊ ഞാൻ ഉറപ്പിക്കാം സ്വർഗത്തെ. ഞാൻ മറ്റന്നാള് ശനിയാഴ്ച ഞായറാഴ്ച ഉച്ചയ്ക്ക് സമയത്തിരിക്കും. അള്ളാഹു സ്വീകരിക്കട്ടെ. ഇവിടെ നിന്ന് പിരിയുമ്പോ ഓർക്കാനൊരു വാക്ക്, പണം പിരിക്കാനൊന്നും ഇല്ല, ഓർക്കാനൊരു വാക്ക്. യഥാർത്ഥത്തിൽ സ്വർഗവും ഇങ്ങനെയാവും. എങ്ങനെ? സ്വർഗത്തിൽ 2 തട്ടാൻ. ഫ്ലൈറ്റിൽ കയറിയാൻ കണ്ടില്ലേ? ബിസിനസ് ഫസ്റ്റ് ക്ലാസ് അദറജത്തുൽ ഊല, രണ്ടാമത് ബിസിനസ് ക്ലാസ് അദറജത്തുൽ അഅ്മാൽ അല്ലേ? അത് കഴിഞ്ഞ പിന്നെ എക്കോണമി, എന്താ ദറജത്തുൽ ആദി. ഫസ്റ്റ് ക്ലാസ്സിൽ നീണ്ടു നിവർന്ന് കിടക്കാം, കുളിക്കാം, വലിയ വലിയ ഫ്ലൈറ്റുകൾ വിലക്കും. ബിസിനസ് ക്ലാസ് ആകുമ്പോ ചെരിച്ചിൽ നീട്ടുന്ന് കിടക്കാം. ഫസ്റ്റ് ക്ലാസ്സിൽ അത്രയും പറ്റൂല. നല്ല കുഷ്യൻ കസേര, അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിച്ച് നീണ്ടു നിവർന്നൊക്കെ കിടക്കാം. ചോദിച്ചത് എന്ത് വേണേലും അവർ കൊണ്ടുവന്നു. പിന്നെ ഒന്ന് സാധാ എക്കോണമി ക്ലാസ്, എന്നാൽ ഫ്ലൈറ്റിനുള്ളിലാണോ ആണ്. കസേരയൊന്നും അത്ര നല്ലല്ല. പഴയ ബാർബർ ക്ലാസ്സില്, പഴയ ബാർബർ ഷോപ്പിൽ ഒരു മരക്കസേര മാതിരി, ചിലപ്പോ കൈ ഉണ്ടാവും, ചിലപ്പോ കാലുണ്ടാവും. ഇല്ല ഇവിടെ ഇറണ്ടി പോലെ അങ്ങനെ ഒന്നും ഉണ്ടാവും. യഥാർത്ഥത്തിൽ ഒരു ഫ്ലൈറ്റിനാണോ? അതെ. എന്നാൽ എല്ലാം ആഗ്രഹിച്ചാൽ കിട്ടുമോ? ഇല്ല. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്ന നാളെ സ്വർഗത്തിലും ഫസ്റ്റ് ക്ലാസ് ഉണ്ട്. ഇത് അഹ്മദ് കബീറിനല്ല, ഇത് സംശയമില്ലാത്ത ഖുർആനാണ്. നാളെ ചില ആളുകളുടെ ദറജത്തുൽ അവര് സ്വർഗത്തിന്റെ ഏറ്റവും മുകൾ തട്ടിലായിരിക്കും. അല്ലാഹു നമ്മളെ സ്വർഗത്തിലെത്തിക്കട്ടെ. അമിപ്രപക്ഷന്മാരെ, സ്വർഗം ചോദിക്കുമ്പോൾ മുത്തുനബി പഠിപ്പിച്ചെന്ന മര്യാദ. ചില ആളുകൾ പറയും ഒരു കാലിന്റെ വിരട് കുത്തിയിട്ടൊക്കെ നിൽക്കാൻ പാടില്ല. സ്വർഗത്തിന്റെ കാര്യത്തിൽ ഇച്ചിരി വലുതേ ചോദിക്കാവൂ. റബ്ബിനോട് സ്വർഗം ചോദിച്ചാൽ ഫിർദൗസിൽ പറഞ്ഞൊന്നും ചോദിക്കരുത്. അതാണ് സ്വർഗത്തിന്റെ ഏറ്റവും ടോപ്പ് ഭാഗം. ചോദിച്ചോ റബ്ബേ ജന്നാത്തുൽ ഫിർദൗസ് തരണോന്ന് ചോദിക്കണം, എന്നാലേ കീഴെങ്കിലും കിട്ടും. അതാണ് സ്വർഗം ചോദിക്കുമ്പോൾ മര്യാദ. അള്ളാഹു നമ്മളെ സ്വർഗത്തിലെത്തിക്കട്ടെ. സ്വർഗത്തിന്റെ ഏറ്റവും മുകൾ തട്ടിലെത്താൻ ഒറ്റ നിബന്ധനയെ ഖുർആൻ പറഞ്ഞിട്ടുള്ളൂ. ഏതാണത്? ഹൃദയത്തിൽ വിശ്വാസമുണ്ടാവുക, പിന്നെ സൽക്കർമ്മങ്ങൾ മാത്രം ചെയ്യുക, എന്നാൽ സ്വർഗത്തിലെത്തും. എന്താ സൽക്കർമ്മം? അബൂദർ റളിയല്ലാഹു നബിയോട് നബിയെ സ്വർഗത്തിൽ ഒരു കുറുക്കു വഴി പറഞ്ഞു തരൂ. നബിയെ ഒരു കുറുക്കു വഴി പറഞ്ഞു കൊടുത്ത അബൂദറെ, സ്വർഗത്തിലേക്ക് ഒരു കുറുക്കു വഴി ഞാൻ പറഞ്ഞുതരാം. എന്താണ് നബി? ഇതാ തബഖത്തു മിർഖത്തൻ ഫഅക്ദിറു മഅഹ. നിന്റെ വീട്ടിൽ സ്വർഗത്തിലേക്കുള്ള കുറുക്കു വഴി ഏതാ? ഇതാ തബഖത്തു മിർഖത്തൻ ഫഅക്ദിറു മഅഹ. നിന്റെ വീട്ടിൽ കറി വെച്ചാൽ അതിൽ കുറച്ച് വെള്ളവും കൂടെ കൂടുതൽ ഒഴിക്കുക. എന്നിട്ട് നിന്റെ അയൽവക്കക്കാരനെ കൊണ്ടുപോയി അവന്റെ വിശപ്പ് മാറ്റി കൊടുക്കുക. ഇതാണ് സ്വർഗത്തിലേക്കുള്ള കുറുക്കുവഴി എന്ന് പറയാമെന്ന പ്രവാചകനാണ്. സ്വർഗത്തിൽ നിന്നും ഹൃദയത്തിലേക്കൊരു സ്വർണ്ണ നൂൽപ്പാലം പണിത പ്രവാചക. ജീവന്റെ ഭിന്നമായ വൈവിധ്യങ്ങൾ ഏകമാംസത്തയിൽ ബന്ധിച്ച ധാർമ്മിക. കട്ടനാഥനായി ജാതനായെങ്കിലും ശിഷ്യർക്ക് നാഥനായി വർത്തിച്ച സാത്വിക. സ്വർഗത്തിലേക്ക് നൂൽപ്പാലം പണിയാമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചെന്ന് മറ്റൊരു പെണ്ണ് വിശദീകരിക്കുക. എന്നിട്ട് ഈമാനോടെ പടച്ചറപ്പിനെ ഒത്ത് കരഞ്ഞ് റഹ്മത്തും മഗ്ഫിറത്തും നരകത്തിൽ നിന്നുള്ള മോചനവും, ഇത് മൂന്നും പാരത്രിക മോക്ഷത്തിനാണ് അള്ളാഹു തന്നത്. ആ രീതിയിൽ ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി ഈ റമദാൻ ഒരു സത്യപ്രതിജ്ഞയാകട്ടെ. ഇനി ഞാൻ ചെയ്യുന്നത് എന്റെ റബ്ബിന് ഇഷ്ടപ്പെട്ടത് മാത്രമാകും എന്ന് നിയ്യത്ത് ചെയ്ത് ഇൻഷാ അല്ലാഹ് ഒരു ദുആയോടുകൂടി നമുക്ക് പിരിയാം. ധാരാളം ആളുകൾ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അൽഹംദുലില്ലാഹ്. ഇസ്ലാമിക് സെന്ററിന്റെ ഈ പ്രവർത്തനങ്ങളെ ഇതിനുവേണ്ടി അസ്രാന പരിശ്രമം നടത്തിയ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, KMCCയുടെ ഭാരവാഹികൾ, ഇസ്ലാമിക് സെന്ററിന്റെ കർമ്മധീരരായ SKSSFന്റെ പ്രിയപ്പെട്ട ചുണക്കുട്ടികൾ, ഇവരുടെ എല്ലാവരുടെയും ഒരു സംയോജിത സമീപനമാണ് ഇതിനെ ഏറ്റവും വലിയ മനോഹരമായ പരിപാടിയാക്കിയത്. കഴിഞ്ഞതിന്റെ മുമ്പത്തെ റമദാനിൽ ഇസ്ലാമിക് സെന്ററിന്റെ ചരിത്രത്തിന്റെ പൊന്തൂവലായി ഇവിടെ അബുദാബിയിൽ ആദ്യമായി അഡ്നിക് എന്ന് പറയുന്ന ഒരു സ്ഥലം മുഴുവനും നിറച്ച് അറബികളെ പോലും വിസ്മയിപ്പിച്ചൊരു സദസ്സ് കഴിഞ്ഞാണ് നമ്മൾ പോയത്. അത് വാക്കവിയുടെ മഹത്വമല്ല, അത്
അത് ഇസ്ലാമിക് സെന്ററിന്റെ മഹത്വമാണ്. അള്ളാഹുവിനെ മഹത്വത്തോടുകൂടി നിലനിർത്തട്ടെ. ഇസ്ലാമിക് സെന്റർ അള്ളാഹു മഹത്വത്തോടെ നിലനിർത്തി തരട്ടെ ഇതിന്റെ ഭാരവാഹികൾ. അതുകൊണ്ട് ജീവിതത്തിൽ നല്ലത് ചെയ്യുക. നിന്റെ അടുപ്പിൽ വെള്ളം ഒഴിച്ചാൽ അതിനൊരു അർത്ഥമുണ്ട്. ചിലപ്പോ കറിക്കലൽപ്പം നിനക്ക് പറയും, എന്നാലും വേറെടുത്തല്ലേ വിശപ്പ് മാറും. ഇതാണ് മതം. ഇതാണ് മതം. മതം എന്ന് പറഞ്ഞാൽ ഇതാണ് എന്ന് പഠിപ്പിച്ചു കൊടുക്കുവാനാണ് ആദരവായ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് അടുത്തു നിൽക്കുന്നവനെ കാണാൻ കണ്ണുള്ളവനാണ് ജീവിതത്തിൽ ഏറ്റവും നല്ല മനിത മൂല്യമുള്ള മനുഷ്യനെന്ന് തിരിച്ചറിഞ്ഞ് ആ മനുഷ്യ മൂല്യങ്ങളെ മുറുകെ പിടിച്ച് നല്ലവനായി ജീവിക്കുക. നിന്നെ പരിഹസിക്കുന്നവരോട് നീ തിരിച്ച്. ഹസൻ ബസ്രി റളിയല്ലാഹു തആല അൻഹു ആരൊക്കെയോ കിടന്ന് വിമർശിച്ചു. മഹാനവർ ശിഷ്യനോട് പറഞ്ഞു, ബസ്രയിലെ നല്ല ഈത്തപ്പഴം കൊണ്ടുവരാം. അദ്ദേഹം നല്ല ഈത്തപ്പഴം വാങ്ങിച്ചുകൊണ്ട് വന്നു. വിമർശിച്ച ആളുകൾക്കെല്ലാം ഏറ്റവും വിലപിടിപ്പുള്ള ഈത്തപ്പഴം കൊടുത്തു. അവർ ചോദിച്ചു, തെറി പറഞ്ഞിട്ട് ഈത്തപ്പഴമോ? അപ്പൊ അദ്ദേഹം പറഞ്ഞു, അത്രേ, നിങ്ങൾ എന്നെ പരിഹസിച്ചപ്പോ, എനിക്കെതിരെ പോസ്റ്റ് ചെയ്തപ്പോ നിങ്ങളുടെ കുറെ നന്മകൾ നിങ്ങൾ എനിക്ക് പരലോകത്തേക്ക് തന്നല്ലോ, അതിന് പകരം നിങ്ങൾക്ക് ഞാനൊരു സമ്മാനം തന്നതാണ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് സഹോദരങ്ങളെ, വിമർശനങ്ങൾ സമ്മാനമാണെന്ന് കരുതി, പ്രതിബന്ധങ്ങൾ മോഹനാംഗിയുടെ കരുത്തിലെ വരണമാല്യമാണെന്ന് കരുതി ജീവിതത്തിൽ ഒന്നും ബാക്കിയില്ല. എല്ലാവരും പോകും. ഇബ്രാഹിം നബി റളിയല്ലാഹു തആല ജോർദാനിലെ മരുഭൂമിയിലൂടെ നടക്കണം. ഒരു പട്ടാളക്കാരനെ കണ്ടു. അയാൾക്ക് വഴി തെറ്റി. അദ്ദേഹം ചോദിച്ചു, വഴി അങ്ങോട്ടാണ്. അദ്ദേഹം ശ്മശാനം ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞു, അങ്ങോട്ടാണ്. അപ്പോൾ അങ്ങോട്ടോ ആളുകൾ മുഴുവനും പാർക്കുന്ന നഗരത്തിലേക്കുള്ള വഴി ഏതാണ്? ഇബ്രാഹിം നബി റളിയല്ലാഹു തആല അങ്ങോട്ട് ഖബർസ്ഥാൻ ചൂണ്ടിക്കാണിച്ചു. അയാൾ ഒരൊറ്റ അടിയടിച്ചു. ഇബ്രാഹിം നബി ചോദിച്ചു, ആളുകളെല്ലാം പോയി പാർക്കുന്നത് അവിടെയല്ലേ? എല്ലാവരും ഈ മേൽവിലാസങ്ങളൊന്നുമില്ലാതെ വെറും ദേഹമായി, ദേഹി പിടിഞ്ഞ ദേഹമായി, കം തറക്കൂമിൻ ജന്നാത്തിൻ വഉയൂൻ വസുറൂഇൻ വമഖാമിൻ കരീം വനിഅമത്തിൻ കാനൂ ഫീഹാ ഫാകിഹീൻ. മേൽവിലാസമില്ലാതെ മണ്ണിനടിയിലേക്ക് മലന്നു പോകുമ്പോൾ പാപഭേഹാദികളല്ല ജീവിതത്തിൽ നാം ശേഷിപ്പിച്ചതാണ് നല്ലത് എന്നോർത്ത്. നെഹ്റു മരിച്ചു. നെഹ്റുവിന്റെ പോക്കറ്റിലൊരു റോസാപുഷ്പം ഉണ്ടായിരുന്നു. നെഹ്റു മരിച്ചപ്പോൾ പോട്ടിന്റെ കൂടെ റോസാപുഷ്പവും ദളങ്ങൾ മുഴുവൻ വീടർന്നുപോയി. നെഹ്റു മരിച്ച് മണ്ണിലേക്ക് പോയിട്ടും പോക്കറ്റിൽ വെച്ച റോസാപുഷ്പങ്ങൾ മണ്ണിലേക്ക് ലയിച്ചിട്ടും ഇപ്പോഴും നെഹ്റുവിനെ ഓർക്കുന്നത് അദ്ദേഹം നിർമ്മിച്ച വക്രാനങ്കൽ അണക്കെട്ടിന്റെ പേരിലാണ്. അദ്ദേഹം നിർമ്മിച്ച വക്രാനങ്കൽ അണക്കെട്ട് ഇപ്പോഴും ഒരു കേടുപാടുമില്ലാതുണ്ട്. അതുകൊണ്ട് KMCCയുടെ ഇസ്ലാമിക് സെന്ററിന്റെ ഭാരവാഹികളെ, നമ്മളൊക്കെ മരിക്കും. നാം ചെയ്ത നന്മകൾ, നാം ചെയ്തു കൊടുത്ത ബൈത്തുർ റഹ്മകൾ, നാം നിർമ്മിച്ചു കൊടുത്ത SKSFന്റെ 10ാം വാർഷികം അബുദാബിയിൽ പ്രസംഗിച്ചു. മുസ്ലിങ്ങളില്ലാത്ത പ്രദേശങ്ങളിൽ 10 പള്ളികളാണ് വെച്ചു കൊടുത്ത SKSF. നാളെ നമുക്ക് ബാക്കിയാകുന്നത് ആറടി മണ്ണിലേക്ക് പോയാലും ഇത് മാത്രം. അള്ളാഹു നമ്മളെ എല്ലാവരെയും പരസ്പരം ഓർമ്മിപ്പിക്കുന്ന നന്മയിലെത്തുന്ന മുത്തഖീകളിൽ അള്ളാഹു എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടുകൂടി ധാരാളം പേര് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നാളെ അസനാശം മുസഫയിൽ ഒരു പരിപാടിയുണ്ട്. അത് കഴിഞ്ഞ ശനിയാഴ്ചത്തെ ഷെഡ്യൂൾ കിട്ടിയിട്ടില്ല. ഞായറാഴ്ച 2:10 ഫ്ലൈറ്റ് ഇൻഷാ അല്ലാഹ് നാട്ടിലേക്ക് പോകും. ഇനി ഇൻഷാ അല്ലാഹ് പറഞ്ഞു തീർന്നിട്ടില്ല എന്ന് എനിക്കറിയാം. സദസ്സ് മുഴുവനും സൂര്യട്ടാൽ കേൾക്കുന്ന നിശബ്ദതയില്ല. പക്ഷെ സമയത്തൊരു ലിമിറ്റ് ഉണ്ട്. ഔക്കാഫിന്റെ പ്രതിനിധികൾ കാത്തിരിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് നമുക്കിനി ഒരു പദ്ധതി ഇതിന്റെ സുമനസ്സുകൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഒക്ടോബർ ആദ്യ വാരം ഇസ്ലാമിക് സെന്ററിൽ ഒരു ചതുർദിന പ്രഭാഷണം നടത്തും. ആദ്യമായിട്ട് 3-4 ദിവസം. ഞാൻ സാധാരണ വരിക, രാവിലെ വരും, പ്രസംഗിക്കും, ഫ്ലൈറ്റ് അവിടെ സ്റ്റാർട്ട് ചെയ്ത് നിർത്തിയിട്ടുണ്ടാവും, ഓടിപ്പോയി പാഞ്ഞു കയറും. ഇങ്ങനെയാണ്. ഒന്നും പറയാനും മതിതീരെ ഒന്നും പറയാൻ സമയം കിട്ടിയിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഒരു ഖുർആൻ പഠന ക്ലാസ്, വേറെ പിരിവൊന്നുമില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് സൂറത്തുൽ ഖാഫ് വൽ ഖുർആനിൽ മജീദ്, മനുഷ്യനറിയേണ്ട 4 വ്യത്യസ്തമായ തലങ്ങളെ അത്ഭുതകരമായി പ്രതിപാദിക്കുന്ന ഒരു സൂറത്തുൽ ഖാഫ്. ഇൻഷാ അല്ലാഹ് അതുമായി ഒരു ചതുർദിന പ്രഭാഷണ പരമ്പര ഒക്ടോബർ ആദ്യ വാരം ഇൻഷാ അല്ലാഹ് ഇസ്ലാമിക് സെന്ററിൽ ഉണ്ടാവും. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് സംസാരിക്കാം. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. കടുത്തിന്റെ ഞരമ്പിന് തകരാൻ സംഭവിച്ചു. ദുആ ചെയ്യണം. 6 മാസം പ്രായമുള്ള മകൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ. ഇന്ന് മരണപ്പെട്ടു. 40 വർഷം പള്ളി മദ്രസയിൽ ജോലി ചെയ്ത പോക്കർ മുസ്ലിയാർ പൂരിച്ചുണ്ട്, കോഴിക്കോട്. കണ്ണിന്റെ കാഴ്ചശക്തി കിട്ടാനും കണ്ണിന്റെ ബുദ്ധിമുട്ടുകൾ മാറാൻ ദുആ ചെയ്യാൻ, ഹലാല ഉദ്ദേശം പൂർത്തീകരിക്കാൻ ഒക്കെ ധാരാളം ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞു. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. അതേപോലെ വേറെ സഹോദരൻ, അദ്ദേഹത്തിന്റെ ഭാര്യ ഗർഭിണിയാണ്, ശരീരത്തിന് വളരെ വേദനയാണ്, ഉറങ്ങാനൊന്നും കഴിയുന്നില്ല, പ്രത്യേക ഉസ്താദെ ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ മാരകമായ ക്യാൻസർ വന്നൊരു സഹോദരൻ. ഇങ്ങനെ ധാരാളം പേർ
ഇൻഷാ അല്ലാഹ് നമുക്കൊരു ദുആയോട് കൂടി പിരിയാം. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇവിടെ വന്നപ്പോൾ എന്റെ പരിപാടി കോർഡിനേറ്റ് ചെയ്യാൻ വേണ്ടി സഹായിച്ച ഇസ്ലാമിക് സെന്ററിന്റെ ഭാരവാഹികൾ, പ്രത്യേകിച്ച് ഡോക്ടർ അബ്ദുറഹ്മാൻ ഒളവട്ടൂർ, പിന്നെ SKSF പ്രിയപ്പെട്ട സാരഥികൾ സാബർ മാട്ടൂലടക്കമുള്ള പ്രവർത്തകർ, ഒരു കോർഡിനേഷനാണ് നമ്മുടെ പരിപാടി ഇത്രയും വിജയിപ്പിച്ചത്. അള്ളാഹു ഇസ്ലാമിക് സെന്ററിനെ ഇനിയും അള്ളാഹു ഏറ്റവും ഒരു ഉയരത്തിലെത്തിക്കുമാറാകട്ടെ. പരസ്പരം സ്നേഹിച്ച് അകലാതെ, മതങ്ങൾക്ക് മതമിളകുമ്പോൾ അകലാതെ അടുത്ത് ജീവിക്കുന്ന ഒരു സാമൂഹിക പുരോഗതിയുടെ പ്രേരക ചാരക ശക്തി അള്ളാഹു ഇതിനെ സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവർക്കും വേണ്ടി ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആ ചെയ്യാം. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد. اللهم ربنا لا تدع لنا ذنبا الا غفرته ولا حما الا فرجته ولا دينا الا عديته ولا مرضا الا شفيته ولا مريضا الا عافيته ولا حاجة من حوائج الدنيا والآخرة هي لك رضا ولنا فيها صلاة الا قضيتها ويسرتها وأصلحتها يا أرحم الراحمين. أرحم الرحيم يا അല്ലാഹുവേ, പരമദയാലുവായ തമ്പുരാനെ, അല്ലാഹുവേ, ഞങ്ങളുടെ പാപങ്ങളെല്ലാം നീ പുറത്ത് മാപ്പാക്കി തരണേ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് എല്ലാവർക്കും വിട്ടുപുറത്ത് മാപ്പാക്കി തരണേ തമ്പുരാൻ. അറിഞ്ഞും അറിയാതെ രഹസ്യമായും പരസ്യമായും ധാരാളം തെറ്റുകൾ ചെയ്ത പാപികളാണ് അല്ലാഹുവേ. പടച്ചവനെ, ജീവിതത്തിലുടനീളം തെറ്റ് ചെയ്യരുതെന്ന് തീരുമാനിച്ചാലും പിശാച് ഞങ്ങളെ വീണ്ടും വലവീശി പിടിക്കുന്നു. അല്ലാഹ്, ഞങ്ങളുടെ ഈമാൻ ദുർബലമാണ് അല്ലാഹുവേ, ഞങ്ങളുടെ ഈമാൻ ബലഹീനമാണ് അല്ലാഹുവേ. ഞങ്ങളുടെ ഈമാൻ നീ ഉറപ്പിച്ചു തരണേ തമ്പുരാനെ, ഉറപ്പിച്ചു തരണേ തമ്പുരാനെ. അല്ലാഹുവേ, റമദാൻ വിട്ടുപിരിഞ്ഞാലും റമദാനിന്റെ ചൈതന്യത്തോടെ ഞങ്ങൾ നിലനിർത്തണേ അല്ലാഹുവേ. നിസ്കാരമൊന്നും കളാവാതെ സമയബന്ധിതമായി നിർവഹിക്കാൻ ഞങ്ങൾക്ക് സാഹചര്യം ഒരുക്കി തരണേ അല്ലാഹുവേ. പിശാചിന്റെ വലയിൽ ഞങ്ങളെ പെടുത്തല്ലേ അല്ലാഹുവേ. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ കബറിടം വിശാലമാക്കണേ അല്ലാഹ്. പടച്ചവനെ, വിശാലമാക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരന്മാർ, ധാരാളം ആളുകൾ കബറിലാണ് അല്ലാഹുവേ. അവരുടെ കബറിടം നീ വിശാലമാക്കണേ അല്ലാഹ്. ഞങ്ങളെ നൊന്ത് പ്രസവിച്ച ഉമ്മ, ഞങ്ങളെ കഷ്ടപ്പെട്ട് വളർത്തിയ ഉപ്പ, അവർക്കൊക്കെ എന്തെങ്കിലും തിരിച്ചു ചെയ്തു കൊടുക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നതിന് മുമ്പേ അവരെ നീ വിളിച്ചു കൊണ്ടുപോയി അല്ലാഹുവേ. അവർ ഞങ്ങൾക്ക് നൽകിയ അന്നത്തിന് പകരം അവർക്ക് ഞങ്ങൾക്ക് തിരിച്ചു കൊടുക്കാൻ ആരോഗ്യവും സമ്പത്തും ഉണ്ടായപ്പോ അവര് ഞങ്ങളുടെ കൂടെ ഇല്ല അല്ലാഹുവേ. പടച്ചവനെ, നീ അവരുടെ കബറിടം വിശാലമാക്കണേ അല്ലാഹുവേ. അല്ലാഹുവേ, കഷ്ടപ്പെട്ട് അവർ ഞങ്ങളെ വളർത്തിയപ്പോ ഞങ്ങളുടെ ദുആഇന്റെ പ്രതിഫലം നീ അവരുടെ കബറിലെത്തിക്കണേ അല്ലാഹ്. അവരുടെ സ്വർഗീയ ദറജകൾ നീ ഉയർത്തിക്കൊടുക്കണേ തമ്പുരാനെ, സ്വർഗീയ ദറജകൾ ഉയർത്തിക്കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളിൽ നിന്നും മാരകമായ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, അവരുടെ രോഗങ്ങളെ നീ ശിഫയാക്കണേ തമ്പുരാനെ. അല്ലാഹുവേ, ക്യാൻസർ ബാധിച്ച സഹോദരനെ നീ ശിഫയാക്കണേ അല്ലാഹ്. അല്ലാഹുവേ, മാരകമായ ക്യാൻസർ ബാധിച്ച എത്ര ആളുകൾ മരണത്തോട് മല്ലടിക്കുന്നു. റബ്ബേ, നീ അവർക്ക് ജീവിതം ഹൈറാണെങ്കിൽ ജീവിതത്തിലേക്ക് തിരിച്ചു വരുത്തണേ അല്ലാഹ്. മരണമാണ് ഹൈറെങ്കിൽ വേദനയില്ലാതെ നരകിപ്പിക്കാതെ മരിപ്പിക്കണേ ഈമാനോടെ അല്ലാഹ്. പടച്ചവനെ, നീ ഞങ്ങൾക്ക് നൽകിയ ആരോഗ്യം നിലനിർത്തി തരണേ അല്ലാഹുവേ. മറ്റൊരാൾക്ക് ഞങ്ങളൊരു ബാധ്യതയാകുന്നതിന് മുമ്പ് ഈമാനോടെ ഞങ്ങളെ നീ വിളിക്കണേ അല്ലാഹ്. പടച്ചവനെ, നീ ഞങ്ങൾക്ക് നൽകിയ ആരോഗ്യം നിലനിർത്തണേ അല്ലാഹ്. സന്തോഷത്തോടെ നിവർന്ന് ജീവിച്ചിട്ട് നാളെ മറ്റൊരുത്തന്റെ മുമ്പിൽ കൈ നീട്ടേണ്ട ഒരവസ്ഥ വരുത്തല്ലേ അല്ലാഹ്. ഈ മരുഭൂമിയിൽ ജീവിതത്തിന്റെ സ്വപ്നങ്ങളും ചുമലിൽ പേറി വന്ന ഈ പാവം പ്രവാസികൾ, ദുഃഖങ്ങൾ അറിയാൻ ആരുമില്ലാത്തവർ, ചെറിയ ചെറിയ ജോലി ചെയ്യുന്ന സാധുക്കളുണ്ട്, നീ അവർക്ക് ജോലിയിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ്. പടച്ചവനെ, കഫ്തീരിയകളിൽ, ചെറിയ ചെറിയ ഷോപ്പുകളിൽ, സൂപ്പർ മാർക്കറ്റിൽ